ഹായ്, സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ അച്ഛൻ്റെ ഓർമ്മ ദിവസമാണ്. അപ്പം ചേച്ചിമാരെല്ലാവരും വന്നിട്ടുണ്ട്. ഒരാൾ ഇന്നലെ വന്നിരുന്നു അല്ലേ? സിന്ധേച്ചി ഇന്നാണ് വന്നത്. സിന്ധു ചേച്ചി, അപ്പുട്ടേട്ടനും സ്വാതിയും എല്ലാവരും ഉണ്ട് കേട്ടോ. നല്ല മഴയാണ് ഇന്ന്. പിന്നെ ഇന്ന് നമ്മളെ മാമി വന്നിട്ടുണ്ട്. മാമ അമ്മേൻ്റെ ആങ്ങളാട്ടോ. കുറേ ദിവസമായിരുന്നു വന്നിട്ട്. ചാത്തോട്ടോർദാരപ്പലിക്ക് വന്നാലേ, എന്നിട്ട് ഇന്ന് വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കുറച്ചധികം നേരം നിൽക്കണേ, രാവിലെയൊക്കെ വന്നിട്ട്. അപ്പം അങ്ങനെ മാമിയും വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും കൂടിയിട്ടാണ് ഇന്നത്തെ നമ്മളെ അച്ഛൻ്റെ ഓർമ്മ ദിവസം കേട്ടോ. അപ്പം 22ാമത്തെയാണ്. നമ്മൾ ചോറും നെയ്റ്റിൻ്റെ കൂടെ ചോറുണ്ട് അടുപ്പത്ത്. ചിക്കനും ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുകയാണ് സിന്ധേച്ചി. ഉള്ളി വാട്ടുക. എന്ന് എൻ്റെ കൈ കൊണ്ടല്ല ഉണ്ടാക്കല്, ഇന്ന് സിന്ധേച്ചിയാണ് കേട്ടോ. കണ്ടോ, ഞാൻ നിർത്തിയാ എല്ലാവരും അവിടെ നിൽക്കും. അപ്പൊ ചിക്കന് ഉണ്ട്, തേങ്ങാച്ചോറുണ്ട്. അതിന് അമ്മേൻ്റെ ഇത് കൊടുത്തല്ലേ, ഇത് അമ്മയ്ക്ക് എത്തി കൊടുക്കാം. ഇന്ന് 2 മൈക്കും 4 ആളുമാണ്. ഞാൻ ഇഞ്ചി നന്നാക്കാണ്. ചിക്കൻ കറി ഉണ്ട്, ഉണ്ണിയപ്പുണ്ട്, തേങ്ങാച്ചോറുണ്ട്. ഒക്കെ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. ഓരോ ആളും അല്ല, അത് ചിക്കനിലേക്ക് ഉള്ളി വാട്ടാണ്. അപ്പം അതിക്ക് ഞാൻ ഇഞ്ചി നന്നാക്കി കൊണ്ടേ ഇരിക്കുകയാണ്. സന്ധ്യ എന്താ അറിയോ, ഒന്ന് ഉറങ്ങി നീച്ച. അപ്പോൾ ഉറക്കച്ചടവിന് ചായ ഉണ്ടാക്കിയില്ല. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ പണി എടുക്കുകയാണ്. അപ്പോൾ ഇപ്പം വരാറിനത് പോണുണ്ടായിരുന്നു. പിന്നെ കടന്നുറങ്ങിയാടെ. അപ്പോൾ ഒന്ന് കുറച്ചു നേരം ഉറങ്ങിന്ന്. അപ്പം ഞങ്ങളതൊന്നും കാര്യക്കില്ല. ഞങ്ങൾ 2 ആളും ഒക്കെ റെഡിയാക്കി. അപ്പം ഉണ്ടാക്കണം മാവ് വെച്ചതാ. ചിക്കൻ ചോറിപ്പം എല്ലാരും ഉണ്ടാക്കണ്ടല്ലോ, ആരെങ്കിലും രണ്ടാളുണ്ടാക്കിയാ പോലെ. അല്ല, അത് ഇഞ്ചിപ്പോ ചിക്കനായി കിട്ടാ മതി. ഇഞ്ചി ചതക്കിയ ചിക്കൻ ഉണ്ടാക്കുമ്പോ 4 ആളൊന്നും വേണ്ടല്ലോ. അല്ല, ആളൊന്നും വേണ്ട. അതിനൊക്കെ ഇപ്പൊ ഒറ്റ ആൾ തന്നെ ഏറെയാണ്. അതന്നെ ആൾക്കാര്. പിന്നെ എല്ലാരും ഉണ്ടാകുമ്പോ എല്ലാരും എടുക്കാന്ന് അത്ര. ചോറിന് തേങ്ങാച്ചോറാണ്. അപ്പൊ അത് തന്നെ എളുപ്പമാണല്ലോ അല്ലേ? ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ നമ്മള് എങ്ങനെ നെയ്ച്ചോറും ബിരിയാണി അങ്ങനെയൊന്നും അല്ലാത്ത ഉണ്ടാക്കുക. ഉണ്ണിയപ്പം ചിക്കൻ എന്തായാലും ഉണ്ടാക്കും. ഉണ്ണിയപ്പം അല്ലെങ്കിൽ നെയ്യപ്പം. പിന്നെ തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത്. നമ്മൾ തേങ്ങാച്ചോറിനൊക്കെ അറിയില്ലേ, തേങ്ങയും ഉലുവയും അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ള അതാണ് അടുപ്പത്ത്. താത്ത വരാം. അപ്പൊ ഷിജീന്റെ കയ്യില് പുതിയൊരു കൊടണ്ട്, വില്ലൊടിയാത്തൊരു കൊട. ഷിജിയെ കേട് അത് ഞങ്ങളെ കലിയന് കൊടുക്കണം വിചാരിച്ചു. പക്ഷെ മറന്നു. അങ്ങനത്തെ കൊട നിങ്ങൾ കലിയന് വെച്ചെടുത്ത്. അല്ല, പഴയ അടിയിൽ അങ്ങനെ ചോറ് വെച്ച കലിയന് വൈകുന്നു പോയിട്ടുണ്ടാവും കൊടേനെ വില്ല. അതെ, അപ്പൊ എന്താ പറയാ, നനയാതിരിക്കാൻ വേണ്ടിട്ട് ഒരു കൊട കൊടുക്കും. പക്ഷെ മറന്നു. അപ്പൊ ഷിജി ചൂടിയോണ്ടിരിക്കാണ് ഇപ്പൊ. അങ്ങനെ ഞാന് പോരാട്ടോ, സ്ഥലം വരെ പോവണം. അതിന് വേണ്ടിട്ട് ഇറങ്ങിയതാണ്. ചെറിയൊരു മഴയുണ്ട്. പോട്ടെ കേട്ടോ. എന്ത് ചിക്കൻ കറി? എന്ത് സിന്ധേച്ചി വാട്ടിയതാണ്. ഉള്ളിയും തക്കാളി. ഇത് ഗ്രേവി ഉണ്ടാക്കിയതാട്ടോ. ഉള്ളിയും തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, മല്ലിപ്പൊടി, മുളകും പൊടി ഒക്കെ ഇട്ട് വാട്ടി ഇത് ഗ്രേവി ആയതാട്ടോ. ഇനി ഇതിക്ക് വെള്ളം ഒഴിച്ചാണ്ട് ആ വെള്ളം ഒന്ന് തിളക്കിട്ട് ഉപ്പൊക്കെ ഇട്ട് പാകാട്ട്. എന്നിട്ട് വേണം അതിക്ക് ചിക്കടാ. ഇതാണ് നമ്മളെ തേങ്ങ കേട്ടോ. അപ്പൊ ഇതിക്ക് കുറച്ച് നാളികേരം ഇട്ടിട്ടുണ്ട്. ഇനി നാളികേരം കുറച്ചൊക്കെ ചെരിക്കാണ്ട് ഇതിലിടണം. ഞാനൊന്ന് പോയിട്ട് കടന്നൊക്കെ ഞാൻ ഉറക്കം വന്നിട്ട് പണിയൊക്കെ ഇട്ട് ചെയ്തിട്ട് ഉറക്കം വന്നു. ഞാനവിടെ പോയി ചാടാത്തേക്ക് നമ്മളെ തേങ്ങാച്ചോറ് അടുപ്പത്തായിട്ടുണ്ട്. സൗണ്ട് കൂട്ടി പറഞ്ഞോ. തേങ്ങാച്ചോറ് അടുപ്പത്തായിട്ടുണ്ട്. പിന്നെ ചിക്കനും കുറച്ച് നേരം കടന്നിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മളെ ചിക്കന് ഇത് ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഉപ്പും ഒക്കെ എല്ലാതും പാകാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിക്ക് ചിക്കൻ ഇടണം. ഇനി അപ്പം ഉണ്ടാക്കണ്ട. അപ്പത്തേക്ക് ഉച്ചയ്ക്ക് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ.
അടിക്ക് എത്തണില്ലത്, അടിക്കില്ല കയ്യിലെത്തണില്ല. അകത്തിൻ്റെ ചായ ഉണ്ടാക്കുന്ന കുട്ടികൾ, അമ്മ എന്തോ പണിക്കുണ്ട്, എല്ലാവർക്കും പണിയാട്ടോ. അപ്പോൾ നമ്മളെ ചോറേ നല്ല പാകമായിട്ടുണ്ട്. ഇങ്ങനെയാണ് തേങ്ങാച്ചോറ്, വെള്ളമൊക്കെ വലിയ തേങ്ങാച്ചോറ് എന്താണ് വെച്ചാല് വെള്ളം അരിയൊക്കെ ഒപ്പം പാകാക്കി ഉലുവയും ഉള്ളിയും തേങ്ങ ചെകിതിട്ടാണ് ഇങ്ങനെ തിരുമ്പേണ്ട അടുപ്പത്ത് വെച്ചു. പാകത്തിന് വെള്ളം വെക്കുക. ഈ നാളികേരത്തിന് ശുചി പോയിട്ടുണ്ട്. നാളികേരം വെക്കാൻ നാളികേരം അപ്പോൾ ശ്രദ്ധിച്ചില്ല കേട്ടോ. പോയപ്പോൾ സന്തോഷം വീടേക്കിയപ്പോൾ നാളികേരത്തിൻ്റെ ഓർമ്മ നല്ല. അപ്പം ഇനി കുറച്ച് നാളികേരം കുറച്ചും കൂടി ഇതിൽ നാളികേരം നല്ലോണം വേണം. നല്ല തേങ്ങാച്ചോറിൻ്റെ നല്ലത് ഉള്ളിൻ്റെയും ഉലുവേൻ്റെയും പിന്നെ ഒക്കെ നല്ല സ്മെല്ലുണ്ട് ഇപ്പം തന്നെ. ചിലപ്പോൾ ഞങ്ങൾ നെയ്ച്ചോറ് ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഒരു വർഷം നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. നെയ്ച്ചോറ് ഉണ്ടാക്കലുണ്ട്. ഒരു വർഷം നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്താണ് ഒരിക്കലും എടുത്ത് വെച്ചെടുക്കാനൊക്കെ നമ്മൾ വെറും ചോറോ തേങ്ങാച്ചോറോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക. നെയ്ച്ചോറ് അധികം അങ്ങനെ വെക്കൽ ഒരു വർഷം ഞങ്ങൾ ഉണ്ടാക്കി. പിന്നെ ഇന്നപ്പോൾ തേങ്ങാച്ചോറ വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കി. അപ്പം നമ്മളേ മസാല തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ ചിക്കൻ ഇടാം. മഞ്ഞപ്പൊടി കുറച്ച് നല്ല മഞ്ഞ കളർ ഉണ്ട്. അത് അത് മതി. ഇത് മാറ്റി കൊടുത്തു. ഇനി അച്ഛന് അപ്പവും ചിക്കനും തേങ്ങാച്ചോറൊക്കെ എടുത്ത് വെച്ചെടുക്കും. അപ്പോൾ എന്താണ് എടുത്ത് വെച്ചെടുക്കുമ്പോൾ നമ്മൾ സാധാ നാടൻ മുട്ട വെച്ചിട്ട് എടുത്ത് വെച്ചെടുക്കണമെങ്കിൽ ഇനിയിപ്പോൾ അതിന് കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിക്ക് മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് എന്നിട്ട് നാളികേരം മുറിച്ചിടും. എന്നിട്ട് അങ്ങനെ നല്ലതാ വറുത്തിടും. അല്ല അങ്ങനെയാണ് അച്ഛന് എടുത്ത് വെച്ചെടുക്കാൻ ചിക്കൻ ഉണ്ടാക്കുക. ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ അങ്ങനെയാണ് ചെയ്യല്. ചിക്കനിൽ വെള്ളം വെക്കണം. അവൾക്കും പറ്റൂല. കുറച്ചുകൂടി ഉണ്ടാക്കേണ്ടി വരും. ഉണ്ടാവില്ല. അതുണ്ടാവുമ്പോ കണ്ടിട്ട് തോന്നുന്നു. അമ്മ അങ്ങനെ ആക്കട്ടെ അമ്മ. ഇനി ഉണ്ണിയപ്പം ചോറുണ്ടാകുമ്പോ പിന്നെ ഇത് തിന്നൂലല്ലേ അമ്മ? ഉണ്ണിയപ്പം ഇറച്ചി ഉണ്ടാകുമ്പോ തിന്നൂല നിങ്ങൾ പറയണ? എന്നാലും ഉണ്ടാക്കാം. സാധാ ചോറുണ്ടോ? ഇവിടെ സാധാ ചോറുണ്ട്. എല്ലാവർക്കും ഇത് പറ്റൂലല്ലേ? ഉണ്ണിയപ്പം ഇറച്ചിയുണ്ട്. അപ്പോൾ ഇത് വല്ലാതെ കഴിക്കും. അത് ശരി. വെള്ളം ഉണ്ടാവുമോ? വെള്ളാക്കണ മഴ പെയ്യുന്നു. ഇഷ്ടം പോലെ മഴ. എന്തൊക്കെ കൊണ്ടുവരണേ? ഇതൊന്നും കാട്ടിക്ക. ഒന്ന് ഞാൻ കടിച്ചതാണേ. ശരിയാ. ഈ തോണ ഉണ്ടാവോ ഞാൻ ചോറ്? വെറും ചോറ് മതി. എന്താ ഞാൻ ചോറ് ഇതുകൊണ്ട് എന്താ കാര്യം? കിട്ടിയ തന്നെ കിട്ടി. ഭയങ്കര വിലല്ലേ തേങ്ങൊക്കെ? ഇന്നവിടെ നമ്മള് നാളികേരത്തിന് പോയപ്പോ അവിടെ താത്താൻ്റെ അവിടെ കരണ്ട് ഇതായിരുന്നു പാടത്തെ, കരണ്ട് വള്ളി. അപ്പോൾ നന്നാക്കാൻ വന്നിരുന്നു. അരീക്കോട്ടുന്ന ഒരാളും പിന്നെ നൗഫൽ നാട്ടാളെ പേര്, പിന്നെ ഇവിടെ കോഴിപ്പറമ്പെന്നൊരു ആളുണ്ടായിരുന്നേ. അപ്പോൾ അവരിങ്ങനെ ഇവിടെ കണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ പറഞ്ഞു വന്ന് വീഡിയോ കാണുന്നുണ്ട്. അപ്പം ഇന്നെങ്ങനെ പെട്ടെന്ന് നടപ്പോൾ മനസ്സിലായിട്ടില്ലേ? കുറേ വർത്താനം പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് ആരാധന ചെന്നാലോ. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഇവിടെ വരുന്ന വഴി ഇതിലെ പോയത് വരെ ഞാൻ മഴ ചെയ്തിട്ട് ചാടിക്കാൻ പറ്റില്ല. 2 കിട്ടി. ഞാൻ തോട്ടിട്ട് ചാടിച്ചാണ്. ഉണ്ണിയപ്പം ഉണ്ടാക്കല്ലേ? ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഷിജിക്ക് പറ്റാത്ത പ്രശ്നമാട്ടോ, അതുകൊണ്ടാണ്.
അല്ല എന്താ പറയുക ശുചിക്ക് പറ്റാത്തത് അല്ലെങ്കിൽ ഞങ്ങളെ അടുക്കളയ്ക്ക് ശുചി കയറ്റൂല ഒക്കെ പറ്റാത്തത് കൊണ്ടാണ് ഒന്നും ശുചി എടുപ്പിക്കൂല കളിയൊക്കെയല്ലോ അല്ല ഇതിലുണ്ട്. ആ കുട്ടിയുടെ അതവിടെ ഇതാണ് മാമയുടെ ഇതാ നമ്മളെ മാമ മാമ അമ്മ ഹായ് എടുത്തേ രാവിലെ വന്നിട്ട് പരിപാടിക്കൊക്കെ വന്നല്ലേ പറയക്കാരെ കൂടിയിട്ട് കൊറേ കാലം കൂടിയിട്ട് അച്ഛന്റെ കുറെ കമ്പനി ഒരു 5 കൊല്ലായിട്ടുണ്ടോ അഞ്ചൊന്നാവൂല 5 കൊല്ലം ഞങ്ങളും ഒക്കെ പാടെ വന്നിട്ട് 5 കൊല്ലം അഞ്ചൊന്നല്ല അല്ലേ അത് എന്നോ ആണ് അതെ അതായിരുന്നു ഈ കൊല്ലം എല്ലാവരും കൂടിക്കാണ്ട് തരാമെങ്കിൽ വന്നപ്പോ നമുക്ക് സന്തോഷമായി ആള് അച്ഛനായി ഞങ്ങളപ്പോ സുഖം ഇനി അപ്പൊ വന്നപ്പോ എല്ലാ പ്രശ്നങ്ങളാണ് അതുകൊണ്ടാണ് വരാറ് ഒക്കെ മാറി മാറി മരുന്നുമായിട്ട് ഇങ്ങനെ നടക്കല് നമ്മ ഒന്ന് മാമന്റെ ഒപ്പം തന്നെയാണ് അമ്മ വന്നിട്ട് കൊറേ കാലായി കുടിക്കന്നെ വന്നു അപ്പൊ തന്നെ പോയി പോയി അല്ല എന്നിട്ട് താല്പര്യക്കൊന്നു താല്പര്യം അതും അപ്പൊ തന്നെ വന്നു. അതും എന്താ അറിയാ അപ്പൊ പോണേ മനസ്സിൽ നിക്കാൻ പറ്റിയില്ലല്ലോ പിന്നെ അമ്മായി ഉണ്ട് അമ്മായിക്ക് വയ്യ മാമേടെ അത്ര പഠിക്കില്ല അതാ വരാത്തത് ഇവിടെ അടുത്ത് തന്നെയാണ് നടുവത്തന്നെ എന്ത് കാര്യമില്ല പക്ഷെ വരാൻ കഴിയണ്ട തടി കൊണ്ട് കിട്ടണില്ല മരുന്ന് സുഖമില്ലാത്ത ആൾക്കാരല്ല ഞാൻ ഇപ്പൊ അമ്മ കാര്യം തന്നെയാണ് എന്നാലും കൊറേ ആയി വന്നിട്ട്. ഈ പരിപാടിക്ക് വന്നിട്ട് കൊറേ ആയി. ആദ്യമൊക്കെ ഇടയ്ക്ക് വന്നേനും പറഞ്ഞിട്ടുണ്ടോ? ഇടയ്ക്കൊക്കെ എല്ലാ വർഷവും. മാമയ്ക്ക് ഹോട്ടലിലൊക്കെ പണിയുണ്ട് കേട്ടോ നല്ല പൊറാട്ടൊക്കെ ചുറ്റരും പരിപ്പുവട പരിപ്പാടി എന്ത് രസാന്നറിയാ ആ രസാട്ടാ അമ്മ ഇപ്പോൾ അന്ന് ഹോസ്പിറ്റലിൽ നിന്നാണ് അത് ഞാൻ വന്ന ദിവസം ഉണ്ടായിരുന്നുണ്ട് ഇപ്പോഴും നിങ്ങൾ വന്ന ഡ്രസ് ഉണ്ടായി തരുന്നുണ്ട് മാമന്റെ പൊറാട്ടക്ക് എങ്ങനെ ഇവിടെ 40 ഞങ്ങള് പൊറോട്ട ഉണ്ടാക്കി അത് പറ്റൂല അല്ല പരിപ്പട പരിപ്പട ഒന്ന് കരിയത്തിലൊക്കെ നമ്മൾ കണ്ടിരുന്നു പറഞ്ഞു കൊടുന്ന അങ്ങനെ അരിഞ്ഞിടുന്നു ചേച്ചി പറഞ്ഞു കൊടുന്ന മാമ ചായ കുടിച്ചു ആ ഞാൻ കിട്ടണ്ട അവളെ സ്ട്രോങ് കുടിച്ചാൽ പോയി സ്ട്രോങ് ചായ വെള്ളം അങ്ങനത്തേക്ക് പറ്റുള്ളൂ വയലൊറ്റ പല്ലൂല്ല കടിക്കാൻ നമ്മക്ക് എല്ലാവർക്കും പോവും ആ ഇതന്നെ ചളിയില് കടന്നുള്ളല്ലേ ആ ഓലപ്പ കളിച്ചേനേ ഇപ്പൊ നമ്മളെ പാറുവിന്റെ കണ്ണേ എന്ന് ഷോർട്ട് പറഞ്ഞതല്ലേ അത് അപ്പൊ ഇങ്ങനെ പഞ്ഞി വെച്ചിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ കിട്ടിയപ്പോ തന്നെ കണ്ണിങ്ങനെ വയസ്സിന്റെ പ്രശ്നം കൊണ്ടാന്ന് പറഞ്ഞു കുഞ്ഞു കുട്ടികളെ 2 മാസം അയ്യോ എടുക്കാൻ കിട്ടില്ല അപ്പം കളിപ്പിച്ചിട്ട് ഇതിന്മ കൂടിയതാണ് ഭയങ്കര കച്ചറയാണ് അപ്പൊ അതാണ് കേട്ടോ ആ ഇത് ഞങ്ങള് പഞ്ഞിയിലാക്കി നോക്ക് അപ്പൊ അത് കൊറേ ആള് മണിക്കുട്ടി എന്നൊക്കെ പേര് പറഞ്ഞു നമ്മളെ ലതാമ്മ മൺകുട്ടിയെ വിളിച്ചാൽ മതി അറിയുന്നുണ്ട് ഈ പ്രായത്തിന് അതാണ് നല്ല ചേർച്ച എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ മിഞ്ഞാന്ന് കൊണ്ടുവന്നപ്പോ മുതലേ ഇതിനെ പറോ 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 അങ്ങനെ അങ്ങനെ വിച്ചു ഞങ്ങൾ ഇതിനെ അല്ല പൊണ്ണോ അല്ലേ അങ്ങനെ പീച്ചു ഇത് ഞങ്ങൾ എല്ലാവരും ഇവിടെ കിടക്കുന്നു കേട്ടോ എന്നിട്ട് ഇതിന്റെ മുഖത്ത് വന്ന് ഇങ്ങനെ കൈകൊണ്ട് കാണിക്കണ്ടേ അപ്പൊ മൂത്രമൊഴിക്കാണ്ടായിട്ടാണ് അപ്പൊ കുറെ കാര്യങ്ങൾ ഇപ്പൊ ശീലിച്ചു കിട്ടും അത് മുന്നേ ഉണ്ടാവും എന്നാലും അത് എന്റെ വിരിപ്പിൽ വന്നിട്ട് മൂത്രമൊഴിക്കുക ഒന്നും ചെയ്തില്ല എന്നിട്ട് ഞാൻ അതിനെ പുറത്തേക്ക് കൊണ്ട് എന്താ ചോദിച്ചു അപ്പൊ ഇതിനൊരു സഞ്ചാരം അടിക്കുക അപ്പൊ ബാസ്കറ്റിൽ മൂത്രമൊഴിക്കണം അതിലാക്കിയിട്ടപ്പോ മൂത്രമൊഴിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത്ര കുഞ്ഞിന് ഒക്കെ ഓർമ്മ ഉണ്ട് ഇവിടെ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ നല്ല ഇഷ്ടമാണ് അപ്പൊ ഇങ്ങനെ ഉണ്ടോ ആസ്വദിക്കാണ് ആ സുഖം എന്താല്ലേ ഓരോ ജീവികളാണല്ലോ അത് കുട്ടികളെ മാറി നമ്മൾ നോക്കും നോക്കണ്ടേ ഇനി ഈ കണ്ണിന്റെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പഞ്ഞി ഇളം ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് മുഖമൊക്കെ നമ്മള് സ്ഥിരം കുഞ്ഞു കുട്ടികളെ കാട്ടും പോലെ തന്നെ അങ്ങനെ ആക്കി കൊടുത്താൽ അടയാളം വരില്ല പതിയെ മാറുന്ന് അപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷെ മുഖത്ത് തൊടാനായിരിക്കൂല നമ്മള് പോലെ തന്നെ മുഖത്ത് എന്തേലും കാട്ടി അപ്പൊ അവിടെ അടിയാണ് മരുന്ന് കൊടുക്കണ്ട ഓ വായ പൊട്ടി പിടിച്ചാട്ടോ അതൊക്കെ കാണിച്ചു തന്നിട്ട് ഞാൻ രംഗം എന്നോട് ഭയങ്കര ഗുസ്തിയാ മരുന്ന് കുടിക്കാം പോയി ചായ കുടിച്ചിട്ട് പോന്നു അല്ല അങ്ങനെ മാമയ്ക്കൊരു ശീലല്ലേ അപ്പൊ ആർക്കും ചായ കൊടുത്തിട്ടില്ല അപ്പൊ ഞാനാണ് ആദ്യം കുടിച്ചോ ആദ്യം കുടിച്ചു ഞങ്ങൾക്കൊക്കെ ഈ ഒരു പരിപാടിയാണ് കേട്ടോ പോവണാ ചായല് മുക്കി തിന്നാ ഹായ് അടിക്കേ
അതിനൊക്കെ നേരത്തെ വന്നിട്ടുണ്ട് പ്രാവശ്യം. അല്ല എപ്പോഴും നേരത്തെ വല്ല കളിയോ റെഡിയോ എന്താ വിശേഷം പറഞ്ഞു അച്ഛന്റെ മാമയാണ്. അച്ഛനും മാമയാണ് അമ്മേന്റെ ആങ്ങള. അമ്മയാണ്. നമുക്കൊരു പേടി ഇതിനിഷ്ടല്ല അങ്ങനെ കാണിച്ചിരിക്കണ. വേറെ പൂച്ച വരുന്നുണ്ട്. വെറുതെ എന്നെ കുടിക്കാൻ വരുന്നേ. അവിടെ നിക്ക്, നമുക്ക് സുന്ദരനാവല്ലേ, സുന്ദരിയാവോ സുന്ദരി. ഇവിടെ ഇരിക്കും ഇവിടെ ഇരിക്കും. ഇങ്ങനെ 2 നേരം ചീന്തി കൊടുക്കണം. രാവിലെ വൈകുന്നേരം ഈ രോമങ്ങളൊക്കെ നല്ലതാവാൻ വേണ്ടിട്ടേ എന്നെ അയക്കൂല. ഇത് ഇഷ്ടല്ല ചെയ്യണതേ. ഇതിന്റെ അടുത്തേക്ക് എണ്ണ വരും. ഇങ്ങോട്ട് ആ വാ. കണ്ണുമ്പത്തെ ശരിക്കും ആയില്ലട്ടെ. രാവിലെ വൈകുന്നേരം തുണി തുടയ്ക്കണം. അല്ലെങ്കിൽ വലിപ്പാകുമ്പത്തിന് ആ കല പോകൂലാറോ ഡോക്ടർ. രാവിലെ ചെയ്തതാ, നീ ചെയ്യണം. ഇങ്ങോട്ട് വന്നേ. അടുക്കളയിൽ പോയേക്കെന്നാല് ചിക്കന് വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചിക്കൻ മസാല ഇട്ടിട്ടില്ല. അപ്പൊ അത് ഇടട്ടെ. നമ്മളെ അപ്പത്തിനുള്ളതൊക്കെ ശരിയായിട്ടുണ്ട്. അപ്പൊ അപ്പം ചൂടാൻ തുടങ്ങി. ചട്ടി ചൂടായി ഇരിക്കുക കേട്ടോ. മഴ ഏതായാലും മെല്ലെ ചാറ്റിലുണ്ട്. മഴ എന്ത് മഴ ഇങ്ങനെ അച്ഛൻ്റെ ചാത്ത് ഒരിക്കലും ഇങ്ങനെയല്ല. നല്ല മഴ പെയ്യലുണ്ട്. അപ്പൊ ഇന്ന് മഴ കുറച്ച് കുറവാണ്. രാവിലെ അങ്ങനെ ഞങ്ങൾ വെയിലിടാൻ പോയപ്പോഴും അമ്പലത്തൊന്നും അങ്ങനെ മഴ പെയ്തിട്ടില്ല. ചാറ്റൽ മഴ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സിന്ധേച്ചി ഒന്നും ഉണ്ടല്ലേ സിജെ? അപ്പൂസിന്റെ കൂട്ടന്മാരെ. പക്ഷെ അപ്പൂസിന്റെ മാരിയൊക്കെ പാകത്തിന് ചിരിക്കും. ഇങ്ങനെ ചിരിക്കും. വല്ലാതെ മുണ്ടിയാലും കേടാണ്. മുണ്ടൂല. അങ്ങനെ മുണ്ടണല്ലേ പാകത്തിന്. വല്ലാതെ ഇതിന്റെ പോലെയൊക്കെ അങ്ങനെ അല്ലാതെ ഒരു വർഷം പറഞ്ഞാലും അപ്പൊ നമ്മളെ ചട്ടി ചൂടായി കിടക്കാൻ കേട്ടോ. അപ്പൊ എല്ലതും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടാൽ ഇത് രാവിലെ ഉച്ചക്ക് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. മാവ് എങ്ങനെ നന്നാവുമെന്നൊന്നും അറിയില്ല. ഏതായാലും നോക്കട്ടെ. ചിക്കനെ കത്തിക്കണ്ട, അതങ്ങനെ കടന്നു വന്നോട്ടെ. കുറച്ച് നേരം ഉണ്ണിയപ്പം തന്നെ അല്ലേ ചേച്ചി? ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് കുഴപ്പമൊക്കെ ഉണ്ടാക്കി. ഇതുണ്ടാക്കി അങ്ങനെയൊക്കെ ചോദിക്കില്ലേ? ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ചോദിക്കും. നല്ലൊരു ചോദ്യമാണ്. അല്ലെ അങ്ങനെ മുണ്ടൂരാറല്ല. അങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് പറയട്ടോ. അപ്പൊ അതന്നെ മതിയല്ലോ. ഒരു കൊല്ലത്തിനായല്ലോ ഉണ്ടാക്കിയതാന്ന് വെച്ചാൽ. എന്താ കേട്ടനല്ല? റോസ്റ്റാണ് മാവ്. നല്ല പൊന്തി വന്നിട്ടുണ്ട് മാവ്. മൈക്ക് ഇട്ടിട്ട് കാര്യമില്ല ചേച്ചി. ഒരാളടുത്ത് കേട്ടിട്ട് കാര്യമില്ല. അങ്ങനായില്ലേ ഏത് വാങ്ങൂല. ഏത് കൊടുന്ന് വാങ്ങൂല. നല്ല കാലാണ് ഇപ്പൊ. അല്ല ഒരു ഒഴിഞ്ഞ എന്താ പറയാ തീരുമാനാക്കട്ടെ ഇവിടെ. എന്നിട്ട് ചുടൽ തുടങ്ങണുള്ളൂ. ചുട്ട പലത് എടുത്ത് ഇട്ടാളെ പാത്രം കൂടി. ഒരാളൊറ്റയ്ക്കാണോ ചെയ്യണേച്ച് നമ്മളാ ഒന്നും ചോദിക്കില്ല. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. എല്ലാരും പാടെ ചെയ്യുമ്പോ അത് അത് ആദ്യം ഐക്കിടം മറ്റിയിടം. നമ്മളൊരാളാണെങ്കിൽ ഒരു പാത്രം ഇട്ടാൽ നമ്മൾ ഐക്യന്നെ ഒരു ഇതാക്കിയിടും. എല്ലാരും പാടെ ചെയ്യുമ്പോളേ ആരെപ്പാടെ ഒരു കച്ചറയാണ്. അപ്പൊ ഷീജിക്ക് ഇപ്പൊ എങ്ങനെയായിട്ടാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഷീജി ഞങ്ങളെ അടുപ്പിക്കില്ല. ഓളന്നെ ചൂടുണ്ട്. ഞങ്ങളെത്തോ ഈ ചൂടത്തേക്ക് ഓളടുപ്പിക്കൂല. ഈ പാത്രത്തേക്ക് എന്താ അറിയോ, ആ ഉരുളിക്ക് ചോറാക്കും. അപ്പൊ നമ്മളെ മാവ് വെച്ചാലോ വാർപ്പിന്റെ അവിടെ നല്ല വറകിന്റെ കൊള്ളിണ്ട് കയറുന്നു. ഒരു കൊള്ളി വെച്ചാൽ മതി. അത് നീക്കണ്ടേന്നില്ല. നമുക്കേ അതാ ഈ കുഴിക്കുന്ന എണ്ണല്ലാത്ത ചെരിവുണ്ട്. നമ്മളെ എന്താണ് ചട്ടി നല്ല എണ്ണ ചൂടായി കിടക്കാട്ടോ. അപ്പൊ മുത്തുന്നാലേ മാവ് വെച്ചാലോ. എന്റെ വർത്താനം കൊളയുണ്ട് ഞാൻ പറഞ്ഞത്. നല്ല നല്ല അമ്മ പഴം നല്ല
അതാണ് ഇഞ്ചി പാറുകൊണ്ട് അടുത്തേക്ക് വെക്കോ. പൂച്ച ഇങ്ങനെ നടക്കുന്നുണ്ട് പട്ടം കുത്തി. അപ്പഴയുടെ വന്നല്ലോ. പിന്നെ അല്ലേ കുറച്ച് നേരം ഇല്ലേ. അപ്പൊ ചിക്കനും എങ്ങനെ തിന്നാന്ന് കൊറേ ആൾക്ക് സംശയം ഉണ്ടെന്നേ. കാരണം ഇത് മധുരം ചിക്കന് എരിവും കൂടിയല്ലേ, അത് രണ്ടും കൂടി ചേരില്ലല്ലോ എരിവും ഉപ്പൊക്കെ. പക്ഷെ ഇത് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കാൻ കണ്ടിട്ട് കൊറേ ആൾക്കാർ ഉണ്ടാക്കിയത് നോക്കിയിട്ട് വെറുതെ കേട്ടോ. പക്ഷെ ഓരൊക്കെ ഇപ്പൊ എന്നെ അവിടെ ഇവിടുന്ന് വെച്ച് കാണുമ്പോഴൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ഞങ്ങളും ഉണ്ടാക്കി അടിപൊളിയാണ് എന്ന് അറിഞ്ഞു. ഒരാൾ ഇവിടെ തന്നെ പറഞ്ഞു. അപ്പൊ ഇത് സംഭവം രസമാണ് ചിക്കന്റെ ഒപ്പം തിന്നാൻ കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ടിട്ടോ. അഥവാ ഇങ്ങനെ അപ്പൊക്കെ വീട്ടിലുണ്ടാക്കിയ ചിക്കനും കൂട്ടിയൊന്ന് കൂട്ടി വെക്കി. പിന്നെ നമ്മൾ കലത്തപ്പം ഉണ്ടാക്കൂലേ, അതിലേക്കും ചിക്കൻ കലത്തപ്പത്തേക്കും കൂട്ടും. അപ്പൊ നമ്മൾ ഓർക്കുമ്പോ നമുക്ക് എന്തോ പോലെ തോന്നും, പക്ഷെ അതൊരു വെറൈറ്റിയാണ്. അപ്പൊ നമ്മൾ അപ്പൊക്കെ ചുട്ട് കഴിയട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനി രാത്രി കാണാം. ഇത് അമ്മ മക്കൾക്ക് ക്രീം ഉണ്ടാക്കി കൊടുക്കട്ടോ. ഫേസ് ക്രീം ഇല്ലേ അമ്മ? നാളെ നമ്മൾ ഷോർട്ടിലിട്ടേന്നു. എന്തൊക്കെയാ പറഞ്ഞത്? ഇത് വെള്ളം തിളപ്പിച്ചിട്ട് അരക്കളത്തിൽ തിളപ്പിക്കുക. അതിൽ ശങ്കുഷ്പിടുക, കുറച്ച് നേരം വയ്ക്കുക, കോൺഫ്ലവർ ഇടുക. എന്നിട്ട് പിന്നെ കോൺഫ്ലവർ ഇട്ടിട്ട് അടുപ്പത്ത് വെള്ളം തിളച്ചിട്ട് അതിലിങ്ങനെ വെച്ചിട്ട് ഇറക്കി ഇത് നമുക്കൊരു ആയുർവേദ ഡോക്ടർ പറഞ്ഞതാണ്. പറഞ്ഞതാണ്. അതായത് മോൾട്ടീന്റെ ഫ്രണ്ട്, ബിനീന്റെ ഫ്രണ്ടാ. പിന്നെ ഇത് മുഖത്ത് തേക്കണം, രാത്രി തേക്കാൻ പാടില്ല. ഇത് നമ്മൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്നുകൂടി ചെയ്ത് കൊടുക്കാം, റിസൾട്ട് ഇട്ടിട്ടെ. പിന്നെ എല്ലാവരും മുഖത്തും തേച്ചെടുക്കണം. യൂസുഫൊക്കെ കാണേണ്ടത് ഒക്കെ വായക്കൊലൊക്കെ കൊണ്ടുവയ്ക്കാം. എല്ലേതും കൊണ്ടുവയ്ക്കാം. പരിപാടികളൊക്കെ ആവാനായി. സന്ധ്യ എന്റെ മരുവാനും മകളും വരുന്നില്ലേ? ഞങ്ങൾ പോവാൻ നിക്കണം. അല്ല ഒക്കെ എടുത്തോളി. അമ്മക്ക് എന്തിനാ ചായപ്പൊടി ഉണ്ട്, ഒക്കെ കൊണ്ടേക്കൂടെ. ചായപ്പൊടിക്ക് വേണ്ട, ഞാനേ ഇന്നാളത്തെ ഒരു തന്നിട്ടേക്ക് ചായപ്പൊടിക്ക് തന്നതേ. ഇഞ്ചി എന്ത് വേണമെങ്കിലും കൊടുത്തു. വീഡിയോയില് പറയല്ലടാ, ശരിക്കും പറയാണ് അല്ലേ? എന്ത് കൊടുക്കണക്ക്. ഇപ്പൊ എല്ലാരും വരട്ടെ. അനിയുണ്ട് അവിടെ. ഇനിയിപ്പോ ആരാ വരാനുള്ള എല്ലാരും വരാണ്ടല്ലേ. അപ്പൂസേ ഒന്ന് ഉഷാറാക, എല്ലാരും വരുപ്പേ. നമ്മളെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. അപ്പൂസേ എന്താ എല്ലാരും പോയി വരുന്നേര്? ഭക്ഷണം കഴിക്കാന് അടുക്കളയിലേക്ക് എല്ലാരും ഒറ്റക്ക് എടുക്കല്ലേന്ന് നമുക്ക് അപ്പം അത് മാമയ്ക്ക് ലീവർ മാത്രല്ല. അനി വാ. മനു ഷർട്ട് ഇട്ടിട്ടില്ല. ഇനിയിപ്പൊ കുട്ടികൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ വരുള്ളൂ കേട്ടോ അല്ലേ? കുട്ടികൾ പോന്നോ? കുട്ടികള് പോന്നോ? എന്തൊരു ആലോചന നമുക്ക്. പിന്നെ എനിക്കൊന്നും പഠിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. എന്നാലും നാത്തും കൊണ്ട് കൊടുക്കണ്ടോ. പറ്റാത്ത അവസ്ഥ ആദ്യമായിട്ടല്ലേ വരുന്നേ അല്ലേ? ഇഷ്ടായി. കല്ല് പോലെ നല്ല മഴ. ഇനി സന്ധ്യന്റെ ഇവലൊക്കെ വരുന്നുണ്ട്. എപ്പോഴും വരും സന്ധ്യ? ഓടുന്നില്ല അവിടുന്ന്? എന്താ അവിടെ പറയടാ? ആ നല്ല വെള്ള. ഫാറൂസ് വെള്ളം കുടിക്കട്ടോ. ഫാറൂസ് വെള്ളം കുടിച്ചോട്ടെ. അപ്പൂസ് എന്റെ പിന്നാലെ നല്ല കളിയില്ല. നോട്ട് ചെന്നിട്ടാ കളിപ്പിക്കണേ. ആ സാധനം നോക്കട്ടെ. എന്താ ഞെട്ട് എവിടെ? അതിന് മടിയായപ്പത്തിന് മോനെ കളിപ്പിക്കട്ടെ. അനി നല്ല ഫോൺ ചെയ്യല്ല കേട്ടോ. ഇപ്പൊ വിരുന്നേരൊക്കെ ഉണ്ടോ അവിടെ ഇവിടെയൊക്കെ? ശരിയാ? അനി നല്ല ഫോണുള്ള. ഭാവി എന്താ വരാത്ത? വരുണ്ടാവില്ല. പല്ലുവേന രണ്ടാളും മാത്രം ഇരിക്കട്ടോ. നമ്മള് പുറത്തായില്ലേ മാമ? അപ്പൊ നിങ്ങൾ രണ്ടാളും വരുന്നായി.
ഞങ്ങള് പുറത്താ ഇങ്ങള് രണ്ടാളും ഒരുമിച്ചപ്പോ കൊറേ കാലായി കണ്ടിട്ടില്ല. ആയിക്കോട്ടെ ഇരുന്ന് കഴിച്ചോളൂ ആ ആയിക്കോട്ടെ. എത്ര ഉണ്ണിയപ്പാണോ? 1 2 3 4 5 6 ഇവിടെ പൊത്തേക്കണ്ട കണ്ടിട്ടുണ്ട്. അതൊക്കെ മുന്നിൽ തന്നെ ഉണ്ടല്ലേ? എന്ത് അച്ഛൻ വെച്ചോ? ആഗസ്റ്റ് 3-ാം തീയതി നമ്മള് കച്ചവടം തുടങ്ങിയിട്ടില്ലല്ലോ, ആ സമയത്താണ്. അന്ന് പ്രഭാരേട്ടാണ് പണിയെടുക്കുന്ന സമയത്ത്. അതുകൊണ്ട് ഓർത്തെക്കാൻ പെട്ടെന്നുണ്ടല്ലേ? എന്താണ് രസല്ലേ? രസല്ലേ? പോവയാ എന്താ കയ്യില്? എല്ലാരും കയ്യിലും ചോറ് പ്ലേറ്റാ. ധനിമോളെ ആ 2 മാസമായിട്ടുള്ളൂ. 6 മാസം പിടിക്കോ? ഇപ്പൊ ഞങ്ങൾ ചെറുപ്പിച്ചിങ്ങനെ കാട്ടുന്നുണ്ട്. അപ്പൂസാണ് ഇപ്പൊ ആള്, പൂച്ചേന്റെ ആള്. എന്താ പണീനോടെ ഇപ്പൊ മറിയോ അപ്പുറത്തേക്ക്? മറിയടാ. നമ്മളെ ധോനി മോളൊക്കെ വന്നിട്ടുണ്ട്. ധോനി ഒരു ഹായ് പറഞ്ഞ വീഡിയോയില് ഇങ്ങനെ ഇതാണ് നമ്മളെ ചെറിയ കുട്ടീൻ്റെ ഇവിടെ കുറച്ച് കളറൊക്കെ ഇപ്പൊ പോയിട്ടുണ്ട്. എന്താ പോവങ്ങള് പോവാൻ നിക്കണേ. അമ്മാമ്മക്ക് പോണേ. അമ്മയ്ക്ക് നിക്കാൻ പറ്റില്ല, മരുന്നുണ്ട് 8 or 10 ഗുളിക ഉണ്ടല്ലോ, അതൊക്കെ ചെന്നിട്ട് വേണമെന്ന്. അപ്പൊ പോക്ക് നിർബന്ധം. എല്ലാരും ഇപ്പൊ പോട്ടോ. നിങ്ങള് നാളെ പോവാ. നിങ്ങൾ നാളെ പോണേ? അണക്കാളെ പോവാ. ആയിക്കോട്ടെ. സാധീനെ കണ്ടിട്ടില്ല. മാമ എന്താ പറഞ്ഞ ചെല്ലാ പറഞ്ഞിട്ടില്ലേ? ആയിക്കോട്ടെ ബായ്. ജിഷ്ണു കുറച്ചുണ്ട് വരും. പ്രവ്യ ഒരു ഹായ് എടുത്താ. ഹായ് ധോനി. ധോനി കന്ന് കളിച്ച ഹായ് എടുത്താ. ജിഷ്ണുണ്ടി പറ്റേ ജിഷ്ണുനെ കാണിക്കും. ഇപ്പൊ എല്ലാരും പോയി, ഞാൻ കുറച്ചേരം ഇരിക്കട്ടെ. എല്ലാരും പോയില്ലേ? നമ്മളും പാറും ഒറ്റയ്ക്കായില്ലേ? സന്ധ്യച്ച് പോയില്ല കേട്ടോ. സന്ധ്യച്ച് രാവിലെ ഇവിടുന്ന് പണിക്കല് പോവാറിന് രാവിലത്തെ നേരത്തെ പോകാറുണ്ട് കുട്ടികളെയും കൊണ്ട്. അത് സമാധാനം. എല്ലാവരും ഒരുമിച്ച് പോകുമ്പോഴല്ലേ നമുക്ക് സങ്കടം. സിന്ധിച്ച് പോയി, മാമ പോയി, ഇനിമോള് പോയി. പിന്നെ ജിഷ്ണു വരുന്നുണ്ട്. ഓൻ എപ്പോഴും അറിയില്ല, കട അടച്ചിട്ടില്ലേ. സമയം ഒരുപാടായില്ലേ? നല്ല റഫീഖും മജൊക്കെ ഇപ്രാവശ്യം നമ്മളെ അച്ഛന്റെ ജാത്രക്കെല്ലാം കൂടി അല്ലേ? വളരെ സന്തോഷം.
അവനോട് പറയാനിട്ടാണ് ഈ പരിപാടി പറയില്ല. മറ്റൊക്കെ പറയും ഇത് മുണ്ടൂല അതങ്ങോട്ട് കഴിക്കുമ്പോൾ ഒക്കെ പാടെ കൂടിയുണ്ട്. അപ്പൊ നമ്മൾ ഉൾപ്പെടുത്തിയില്ല എല്ലാവരും. ഈ പ്രാവശ്യം നേരത്തെ കഴിയണല്ലേ, അല്ലെങ്കിൽ നേരം വഴുകും. കുട്ടിക്ക് പോണത് ഇഷ്ടല്ലേ, കുട്ടി കടക്കെ കിടക്കാനും പൂച്ചക്കുട്ടിനെ കണ്ടിട്ടേ അവൾക്ക് ഭയങ്കര തല തുറച്ചു കൊടുക്കുക. എന്റെ ഫോൺ അടിക്കും. അപ്പൊ എന്നാ നാളെ കാണാല്ലേ നാളെ കാണാട്ടോ എല്ലാവർക്കും. ബൈ.